ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. എൻ്റെ പേജ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പെഷ്യൽ റെസിപ്പീസ് ഷെയർ ചെയ്തിരുന്നു. ആ റെസിപ്പികളിൽ ഇന്ന് ഏറ്റവും അവസാനത്തേതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലായാലും ചെറിയൊരു തണുപ്പൊക്കെയുള്ള കാലാവസ്ഥയല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ ഇഷ്ടമുള്ള രണ്ട് സാധനങ്ങളാണ് സൂപ്പും ഹോട്ട് ചോക്ലേറ്റും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് പ്രീമിക്സ് ആണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരിക്കലും ഇത് ഇഷ്ടപ്പെടാതെ വരത്തില്ല. അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണേ. ഇപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് ചോക്ലേറ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എടുക്കാമേ. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്പാണ് കിട്ടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാൻ എപ്പോഴും സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നത് ലൈറ്റ് കൊക്കോ പൗഡറും ഡാർക്ക് കൊക്കോ പൗഡറും ഈക്വൽ ക്വാണ്ടിറ്റി മേടിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുമേ. അപ്പോൾ കൊക്കോ പൗഡർ 1 കപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. 2 ടേബിൾ സ്പൂൺ ലെവലായിട്ട് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചതാണ്. കറുവാപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ലെവലായിട്ട്. ഇപ്പം ചേർക്കുന്നത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, അത് 1.5 കപ്പ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമ്മൾ ഇത് മിക്സ് ചെയ്ത വലിയ ജാറിൽ ഇച്ചിരി പോലും വെള്ളമയമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. എന്നാലും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വേണം മിക്സി ജാറിലിട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ പൊടിച്ചെടുക്കാനായിട്ട്. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും ഇതെല്ലാം ഒരേപോലെ എല്ലായിടത്തും എത്തുകയും ചെയ്യും. നമ്മുടെ പഞ്ചസാരയുടെയൊക്കെ തരികൾ നന്നായിട്ട് അങ്ങ് പൊടിയുകയും ചെയ്യും. ഇനി ഇത് നമുക്കൊന്ന് മിക്സി ജാറിലോട്ടാക്കാമേ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണ്, പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും. അത് നമുക്ക് കുറേ കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊടിയാക്കാനായിട്ട് വലിയ കണ്ണുള്ള അരിപ്പയിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാളിരുന്നോളും കേട്ടോ. ഈ ഒരു പൊടി തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, പാലിനകത്ത് അതെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്യേണ്ടതെന്നും കൂടെ കാണിക്കാമേ. ഇപ്പം 300 ml പാലാണ് ഞാൻ കാച്ചാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. 300 ml ഒരു കോഫി മഗ്ഗും ഞാനെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അതേ നമ്മുടെ പാലൊക്കെ കാച്ചി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 4 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹോട്ട് ചോക്ലേറ്റിൻ്റെ പ്രീമിക്സ് ആണ് കലക്കി കൊടുക്കേണ്ടത്. കട്ടയില്ലാതൊന്ന് കലക്കി കൊടുക്കണം കേട്ടോ. ഒന്നീ സ്പൂൺ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വിസ്ക് ഇട്ടൊന്ന് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടയുടഞ്ഞോളും. എന്നാലും ഇതിൻ്റെ താഴെ കുറച്ച് ചെറിയ തരികൾ കാണും. നമ്മൾ കോൺഫ്ലവറും ഒക്കെ ചേർക്കുന്നതല്ലേ. ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ പ്രീമിക്സും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കണേ. എന്നാലേ ആ കോൺഫ്ലവറിൻ്റെ ആ പച്ചച്ചവയും ഒക്കെ ഒന്ന് മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് തന്നെയല്ല, ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വരണമല്ലോ, എന്നാലല്ലേ ടേസ്റ്റ് ഉള്ളൂ. ഒരുപാടങ്ങ് കുറുകണ്ട. അല്ലെങ്കിലും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് കുറുകില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ആ സ്പൂണിലെടുത്തപ്പം ചെറിയ ചെറിയ തരികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാമേ, ഒട്ടും തരികളില്ലാതെ. ഇനി നമുക്ക് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് നല്ല ചൂടോടുകൂടി തന്നെ ആ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. പുറത്തുനിന്നൊക്കെ ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ വാങ്ങിച്ച് കുടിക്കുന്നതിലും ഒരുപാട് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് മാർഷ്മെല്ലോ ആണ്. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എൻ്റെ മോക്ക് ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ മുകളിൽ മാർഷ്മെല്ലോ കൂടെ വരുമ്പം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഒരുപാട് സ്നേഹത്തോടെയുള്ള ക്രിസ്മസ് ആശംസകൾ നേരുന്നേ.